പെന്തക്കോസ്തുകാർ ചില സമയത്ത് ശാന്തമായിരിക്കാനും കൂടെ പഠിക്കണമെന്നാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരാ. ഞാൻ ഇന്ന് പകൽ ഇത്തിരി സമയം കർത്താവിനിടയ്ക്ക് ഇരിക്കുകയായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഇരുന്ന്, കർത്താവേ സംസാരിക്കണേ. വി സ്പീക്ക് എ ലോട്ട് ബട്ട് ലിസൺ വെരി ലിറ്റിൽ. കേൾക്കുന്നത് വളരെ കുറച്ചാ. കേൾക്കണമെങ്കിൽ ശാന്തമായിട്ടിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം എത്രയും വലുതാ. നമുക്ക് എന്തൊരു ആശ്വാസം അത് കേട്ട് കഴിയുമ്പോൾ തന്നെ. എന്തൊരു ധൈര്യമോ. ഭയപ്പെടാണ്ടെന്നൊക്കെ കർത്താവ് പറഞ്ഞല്ലേ. പേടിച്ച് പറിച്ചിരിക്കുന്നവരൊക്കെ എന്തൊരു ധൈര്യമോ. കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുന്നവന് എന്തൊരു സുഖമോ മനസ്സിനകത്ത്. ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുൻപിലാണ് നമ്മളിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഈ പാസ്റ്ററോടൊപ്പം ആയിരിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വളരെ നിഷ്കളങ്കമായിട്ടുള്ള പ്രകൃതിയൊക്കെ സഭയ്ക്ക് അനുഗ്രഹമാണെന്ന് എനിക്കറിയാം. ആ കുടുംബത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ഇവിടെയുള്ള സഭയിൽ, ഈ പ്രത്യേകിച്ച് ചില ചർച്ചസിൽ, ഗൾഫിൽ എല്ലാ ചർച്ചസിലും, നല്ലൊരു ഭാഗം ചർച്ചസിൽ ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് ആരാധിക്കാൻ എനിക്ക് നമുക്ക് ഭയങ്കര ഡള്ളാണെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലയിടത്ത് അങ്ങനൊന്നുമല്ല. അവിടത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ആത്മനിറവും ഒരു ഭയങ്കര ആരാധനയൊക്കെ, അതിനൊക്കെ ആയിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വേദഭാഗം നിങ്ങളോട് പങ്കിടുന്നു. നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാൻ ആ വേദഭാഗം വളരെ കാര്യമായിട്ട് ദീർഘമണിക്കൂറുകൾ പഠന വിധേയമാക്കിയിട്ടുള്ള, എനിക്ക് പ്രകാശനം തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ പങ്കിടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റോമർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണേ. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കർത്താവെ, ഒരിത്തിരിയും കൂടി ആഴത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവിൻ്റെ ആ ആജ്ഞകൾ അതുപോലെ മനസ്സിലാക്കുവാനും അതുപോലെ ചെയ്യുവാനും ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. 2 ആജ്ഞകളാണ് ഇവിടെയുള്ളത്. ഒന്ന്, നിങ്ങളുടെ ശരീരങ്ങളെ ആരാധനയായി സമർപ്പിക്കുക. ബാക്കിയുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. ഓഫർ യുവർ ബോഡീസ് ആസ് ലിവിങ് സാക്രിഫൈസ്. ജീവനുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. ഒരു ഇമ്പരറ്റീവ് എന്നതിന് പറയുന്നത്. കൽപ്പനയാണ്, ഒരാജ്ഞയാണ്. അത് റിക്വസ്റ്റ് ഒന്നുമല്ല, അഭ്യർത്ഥനയല്ല, ഒരു പരിപാടിയില്ല. ഇമ്പരറ്റീവാണത്. രണ്ടാമത്തത്, ബി ട്രാൻസ്ഫോംഡ്. ബാക്കിയൊക്കെ അതിനോട് ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ്. ബി ട്രാൻസ്ഫോംഡ്, രൂപാന്തരപ്പെടുക. ഇതെല്ലാ ഭാഗവും വ്യാഖ്യാനിക്കാനുള്ള സമയം കിട്ടുകയില്ല. പക്ഷെ അതിൻ്റെ ഫസ്റ്റ് പാർട്ടെങ്കിലും നന്നായിട്ട് ലളിതമായിട്ട് നിങ്ങളോട് പങ്കിടാനായിട്ട് ശ്രമിക്കാം. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരു വാക്ക് അവിടെ വ്യക്തമല്ല. മലയാളത്തിൽ തുടങ്ങുന്നത് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവോർപ്പിച്ച്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വായിക്കുന്നത്? തുടങ്ങുന്നത്. വായിക്കാമോ നിങ്ങൾ ആരെങ്കിലും? ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? ഓ, 2 തരത്തിലാണ്, 2 ട്രാൻസ്ലേഷൻസാ. മോളൊന്നുകൂടെ വായിച്ചേ. ഓക്കെ. ഐ ബിസീച്ച് യു therefore. വേറെ ഒരാൾ വായിച്ചല്ലോ. ഓ, therefore. മലയാളത്തിലുണ്ടോ ഇത്? ഉണ്ടോ? ആകിയാൽ എന്നുള്ള പദമുണ്ടോ? ഇല്ല.
ഒറിജിനൽ ലാംഗ്വേജ് therefore എന്നുള്ള പദമുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. It takes the weight of all the 11 chapters. അതിന് മുൻപുള്ള 11 അധ്യായത്തിലെയും കാര്യങ്ങളുടെ ആ വെയിറ്റോട് കൂടി പറയുന്നതാണ് therefore. Therefore I urge you. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ പ്രബോധിപ്പിക്കാനായിട്ടുള്ള കാരണം? ബൈ ദി മെർസീസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മനസ്സലിവാണ് ഇങ്ങനെ ഒരു പ്രബോധനത്തിൻ്റെ പിന്നിലെ ചാലക ശക്തി, ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ്. ദാറ്റ് ഈസ് ദി ഗ്രൗണ്ട് ഓഫ് അപ്പീൽ. ഇക്കാര്യം അദ്ദേഹം കൽപ്പിക്കാനുള്ള അടിസ്ഥാനം തന്നെ ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ട്. അത് എല്ലാ ഭാഗങ്ങളൊന്നും വിവരിക്കില്ല, പക്ഷെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഞാനൊക്കെ ഈ ഹെർമന്യൂട്ടിക്സ് പഠിപ്പിക്കുന്നയാളാണ്. ഹെർമന്യൂട്ടിക്സ് എന്ന് പറയാൻ വ്യാഖ്യാന ശാസ്ത്രം. ഒരു വേദഭാഗം എങ്ങനെ മനസ്സിലാക്കണമെന്ന്. അപ്പോൾ അതിനകത്ത് പറയുന്നത് വാട്ട് ഗോസ് ബിഫോർ, വാട്ട് ഗോസ് ആഫ്റ്റർ. ഈ വേദഭാഗത്തിൻ്റെ തൊട്ട് മുൻപിൽ പറയുന്നത് എന്താണ്, തൊട്ട് പിന്നിൽ പറയുന്നത്. അതിന് പറയുന്നത് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന. ഞങ്ങളൊക്കെ സാധാരണ ഇംഗ്ലീഷ് തിയോളജിയൻസേ പറയാറുണ്ട്, അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ, എ ടെക്സ്റ്റ് വിത്തൗട്ട് എ കോണ്ടെക്സ്റ്റ് ഈസ്, ഓർമ്മയുണ്ടോ പണ്ട് പഠിച്ചത്? പ്രീ ടെക്സ്റ്റ് എന്നാ. കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു വേദഭാഗം ഒരുതരം അഭിനയമാണെന്ന. ടെക്സ്റ്റ് വിത്തൗട്ട് എ കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രിടെക്സ്റ്റ്, പ്രിട്ടൻഷൻ. എന്താ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്? ഈ ടെക്സ്റ്റിന്റെ കൂട്ടത്തിൽ പോകുന്നതാണല്ലോ കോണ്ടെക്സ്റ്റ്. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഉണ്ട് 11:17. 11:17 പറയുകയാണ്, അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയിർപ്പെന്നല്ലാതെ എന്താകും? തീർന്നിട്ടില്ല. അവിടെ പറയുന്നത് അടുത്ത വാക്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. 17ാമത്തെ വാക്യമാണ് അവിടെ പ്രധാനം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളി ആക്കി തീർത്തു എങ്കിലോ. അത് ബാക്കി വെക്കോട്ടെ. പക്ഷേ ഈ യഹൂദനെ വിളിക്കുന്നത് ഒലിവ് വൃക്ഷമെന്ന. പക്ഷെ ഈ ഒലിവ് വൃക്ഷം ഫലം കായ്ക്കാതെ വന്നു. മശിഹ വന്നപ്പോൾ അവനെ തിരിച്ചറിഞ്ഞതുപോലുമില്ല. അവനെ കുരിശിലേറ്റി. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇസ്രായേല്യരെ ദൈവം ഒരുക്കിയെങ്കിലും തക്ക സമയത്ത് സ്വന്തമായതിലേക്ക് വന്നു. സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അതാ പത്രോസ് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശു, ദൈവം ഉയർപ്പിച്ച യേശു അവർ തള്ളിക്കളഞ്ഞതാ. അതുകൊണ്ട് ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവം അവർക്ക് വേണ്ടി അയച്ചത് സ്വീകരിക്കാതെ വന്നപ്പോൾ, ദൈവം താൽക്കാലികമായിട്ടാണെങ്കിലും ഇസ്രായേലിനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. ഇന്ന് ദൈവത്തിൻ്റെ പദ്ധതി സഭയിൽ കൂടിയാണ് നടക്കുന്നത്. തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ അതിലെ ഒലിവിലെ, നല്ല ഒലിവിലെ എന്താ ഒടിച്ച് കളഞ്ഞു. അവിടെ പറയുന്നത് എന്താ? ഒടിച്ചിട്ട് ഒട്ടിച്ചു. എനിക്കിഷ്ടപ്പെട്ടു 2 പദം കൂടെ, നല്ല പ്രാസമൊക്കെ ഉള്ളതാ. ഒന്നൊടിച്ചു, വേറൊന്ന് ഒട്ടിച്ചു. എന്തിനെയാ ഒട്ടിച്ചത്? ബഡ് ചെയ്തെന്നാ. എന്തിനെയാ ഒട്ടിച്ചത്? നമ്മുടെയൊക്കെ പേരെന്തുവാ? ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. എന്താ? ഞാനൊരു കാട്ടൊല്ലി ആണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. ഞാൻ ആരാണ്? ഞാനൊരു കാട്ടൊല്ലിവാ. പക്ഷേ എവിടെയാ ഒട്ടിച്ചേർത്തിരിക്കുന്നത്? എവിടെയാ?
നല്ല ഒലിവിനോട് ചേർത്ത്. ഇപ്പം എനിക്ക് ഭയങ്കര അഭിമാനമുള്ളത് ഞാൻ ഈ കുടുംബത്തിലെ അംഗമാ. എനിക്കൊരു മകനുണ്ട്, ജെറമി. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 79 കല്യാണം കഴിച്ചിട്ട് 92 വരെ മക്കളില്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേരും കണ്ടെത്തി. എനിക്കൊരു അപ്പൻ്റെ ഹൃദയമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അമ്മയുടെ ഹൃദയമുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തൊന്നും നടക്കുന്നില്ലായിരുന്നു. അവസാനം ഞങ്ങൾ ജെറമിയെ ബാംഗ്ലൂർ സെൻറ്റ് മൈക്കിൾസ് ഹോമിൽ നിന്ന് കോടതിയിൽ കൂടി ലീഗലായിട്ട് അഡോപ്റ്റ് ചെയ്ത്. ഇപ്പോൾ കൊച്ചുകുട്ടിയൊന്നുമല്ല, അവനിപ്പോൾ 29 വയസ്സുണ്ട്. നവംബറിൽ അവൻ കല്യാണം കഴിച്ചു. എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യ അവനെ പ്രസവിച്ചില്ല എന്നൊഴിച്ച് എല്ലാ അർത്ഥത്തിലും അവൻ ഞങ്ങളുടെ മകനാണ്. അവൻ്റെ പേരെന്താണെന്ന് കേൾക്കണോ? ജെറമി. ചുമ്മാ ജെറമി ഒന്നുമല്ല, ജെറമി ഐസക്കാ. ഞാൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ആയി കഴിഞ്ഞപ്പോൾ അവനൊരു റൈറ്റപ്പ് ഇട്ടിരുന്ന്, കണ്ടോന്ന് അറിഞ്ഞുകൂടാ, വായിക്കേണ്ടത്. ഞാനിരുന്ന് കരഞ്ഞു. എൻ്റെ മകൻ എന്നെക്കുറിച്ചുള്ള ഭയങ്കര അഭിമാനമാണ്. അവൻ്റെ അഭിമാനം എവിടെയാണെന്നറിയാമോ? അവൻ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണെന്ന. He has been adopted, but he's here. എൻ്റെ സകലത്തിനും അവൻ അവകാശിയാണ്. അവൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരിൽ നിന്ന്. അവനിപ്പോൾ ഐസക് സാറിൻ്റെ മോനെന്നൊക്കെ പറയുന്നത് ഭയങ്കര അഭിമാനമാണ്. നല്ല കുട്ടിയാട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നെറ്റിനകത്ത് കിട്ടുമായിരിക്കും. അവൻ നന്നായിട്ട് പാടും, പാട്ട് കമ്പോസ് ചെയ്യും, പാട്ട് എഴുതും, പാട്ട് ട്യൂൺ ചെയ്യും, ഗിറ്റാർ പ്ലേ ചെയ്യും, കീബോർഡ് പ്ലേ ചെയ്യും. വീട്ടിലൊരു സ്വന്തം സ്റ്റുഡിയോ ഉണ്ട്. ഒരു കൊച്ചു പുസ്തകം എഴുതി, ആയിരക്കണക്കിന് ആളുകൾ വായിച്ചു. പുസ്തകം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് കേൾക്കണോ? I was born as an orphan on 12th February 1993. He doesn't know his father, he doesn't know his mother. ഇത് പറയാനായിട്ട് ആത്മാഭിമാനം തോന്നുന്നു. നമ്മളൊക്കെ ഇതുപോലെയാ. കാട്ടലിവായിരുന്നു, അബാൻഡൻ ചെയ്യപ്പെട്ടവരായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഈ കന്യാസ്ത്രീകൾ ജെറമിയെ സലീലയുടെ കയ്യിൽ ആദ്യം കൊണ്ട് കൊടുത്തത്. ശോഷിച്ചിരിക്കുന്നൊരു സൊമാലിയയിലെ കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ മുഖത്ത് നോക്കി ശബ്ദം ഉണ്ടാക്കി ചിരിച്ചു. എന്തൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആണെന്നറിയാമോ? ഞാൻ പറയാറുണ്ട്, ജെറമി വാസ് ബോൺ ടഫ്. വലിയ കരച്ചിലും ഞാൻ അധികം കേട്ടിട്ടില്ല. ഇവനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തിനാണെന്നറിയാം? ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, മെഡിക്കലി പ്രോബ്ലം ഒന്നും ഇല്ല എന്നറിയാനായിട്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തു. കുഞ്ഞുങ്ങളൊക്കെ നിലവിളിക്കത്തില്ലേ? ഒരു നിലവിളിയില്ല. പക്ഷെ ഞാൻ നോക്കിയാണ് കണ്ണുനീരിങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നു. ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാനാ. അവൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നറിയോ? ഈ നല്ല ഒലിവിനോട് ചേർത്തപ്പെടാം. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന അഭിമാനമാ. ആ കുലീനതയായി എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്നത് ദൈവം. അതുകൊണ്ട് ആ കാൺമീൻ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക്. കഴിഞ്ഞ ദിവസം നമ്മളത് ചിന്തിച്ചതാണല്ലോ. ഒടിച്ചു ഒട്ടിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 11:21 അവിടെ പറയുന്നത് 2 കാര്യമുണ്ട് ആ പദപുസ്തകത്തിൽ. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. അടുത്ത വാക്യം, ആകയാൽ ദൈവത്തിൻ്റെ ദയയും. ഇത് രണ്ടുമുണ്ട്. ഖണ്ഡിതം, കർശന പ്രകൃതിയാ. ഇസ്രായേലിനോട് ദൈവം വളരെ കാർക്കശ്യത്തോടു കൂടി ഇടപെട്ടു. എത്ര അടിച്ചിട്ടും പുറകോട്ട് പോകുകയുള്ളൂ. ഖണ്ഡിതമാ. പക്ഷെ നമ്മളോട് കാണിച്ചത് എന്താ? ദയ. ഖണ്ഡിതവും ദയയും. പദപ്രയോഗങ്ങൾ കോൺട്രാസ്റ്റിംഗ് പദങ്ങളാ. ഒടിച്ചു ഒട്ടിച്ചു. ഖണ്ഡിതവും ദയയും. 11:30. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചു. ആർക്കാ? കാട്ടൊലിവിന്. ഓക്കെ, കരുണ ലഭിച്ചിട്ട് പോലെ നിങ്ങൾക്ക് ലഭിച്ച പിന്നെ കരുണ എന്നുള്ള പദവാ. ലഭിച്ച
കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അതിൻ്റെ എല്ലാ അർത്ഥമൊന്നും പറയത്തില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്പുറമേയോ, അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. എന്താ പറഞ്ഞെന്നറിയാം? കർത്താവിൻ്റെ മനസ്സറിയാവുന്നവൻ ആര്? അവൻ എന്ത് ചെയ്തെന്നറിയാം? കാട്ടലിവായിരുന്ന നമ്മളെ കൊണ്ട് നല്ല വലിവില് ഒട്ടിച്ചേർത്ത് ഇഷ്ടം പോലെ വളവും തന്നു, ഇഷ്ടം പോലെ ജീവനും തന്നു, ഇഷ്ടം പോലെ ശക്തിയും തന്നു. ദൈവം നോക്കുന്നതന്നെ അതേ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞിട്ട് ജാതികൾ ഫലം കായ്ക്കുന്ന ജാതികളെ ദൈവരാജ്യം ഏൽപ്പിച്ചു എന്ന. ഇത് ചെയ്തത് കരുണയല്ല. കരുണ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ വണ്ടി ഇടിച്ച് കിടക്കുക. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ബോംബെയിൽ ഞാൻ ബസ്സിലാണ് കേരളത്തിലേക്ക് വന്നത്. ഭയങ്കര വേഗതയിൽ പോകുക. ഒരു മെറ്റഡോർ വാന് ഒരു മരത്തെ ചെന്ന് ഇടിച്ചു. 2-3 പേര് അക്ഷരാർത്ഥത്തിൽ രക്തമൊഴിക്കൊണ്ട് വണ്ടി നിർത്താനായിട്ട് കൈ കാണിക്കുക. എൻ്റെ ഡ്രൈവർ നിർത്തിയില്ല. കരുണ ഇല്ലായ്മയത്. പക്ഷേ ആരെല്ലാമോ വാഹനങ്ങൾ നിർത്തി അവരുടെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കരുണയാണത്. കരുണാസമ്പന്നനായ നമ്മൾ ഡിസേർവ് ചെയ്തിട്ടൊന്നുമല്ല. പ്രകൃതിയാൽ ജാതികളായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു, പാപികളായിരുന്നു, തിന്മ ചെയ്തവരായിരുന്നു. പക്ഷെ കരുണ ലഭിച്ചു നമുക്ക്. വേറെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, പക്ഷെ അതൊന്നും വിവരിക്കാനൊക്കില്ല. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? നിത്യജീവൻ. പാപത്തിന് ശമ്പളം മരണം, അടുത്തത് കൃപാവരം. നിത്യജീവൻ കിട്ടിയില്ലേ കരുണയാല്? 5-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. ഇപ്പൊ നമുക്ക് ദൈവത്തോട് നീതീകരണം പ്രാപിച്ച് ദൈവത്തോട് സമാധാനം ഉണ്ട്. 5:2 അവന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ട്. ഇതൊക്കെ കിട്ടിയിരിക്കുന്നതാ, കരുണ ലഭിച്ച് കിട്ടിയിരിക്കുന്നതാ. അങ്ങോട്ട് കയറ്റത്തിലായിരുന്നു. ക്രിസ്തുവിനോട് നമ്മൾ ഇന്ന് താതാത്മ്യപ്പെടുന്നതിന് വേണ്ടി സ്നാനപ്പെട്ടു. യേശുക്രിസ്തുവിനോട് നമ്മൾ താതാത്മ്യപ്പെട്ടവരാ. തീർന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തായി ഇപ്പോൾ വസിക്കുന്നത്, അവിടെങ്ങുമല്ല, നമ്മുടെ അകത്താ വസിക്കുന്നത്. തീർന്നിട്ടില്ല. 8:18 വരാൻ പോകുന്നതിനേക്കാൾ വലിയ പ്രത്യാശയുടെ ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. 8:31 പറഞ്ഞ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത്. ഇത്ര ഭയങ്കര കരുണയും കൃപയും ലഭിച്ചവരോട് പറയുകയാണ്, ഐ therefore beseech you. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ. അതാണ് ബാക്കിയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനം. വളരെ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളത് കേട്ട് കഴിഞ്ഞിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന്. പ്രബോധനം എന്ന് പറയുന്ന ഒരാളിനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. ഐ urge you. നമ്മൾ ഇച്ചിരി നിർബന്ധിക്കുക. പക്ഷെ പറയുകയാണ്, നിങ്ങൾ ചൂസ് ചെയ്യണം. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഇഷ്ടമുള്ള ജീവനുള്ള യാഗമായിട്ട് അർപ്പിക്കുക. ഇത്രയും നാള് നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. നാടൻ ഭാഷ പറഞ്ഞ തോന്നിയ മാതിരി ജീവിച്ചു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടം. ആരായിരുന്നു നമ്മളെ ഡിസൈഡ് ചെയ്തത്? ആരാ നമ്മളെ നയിച്ചത്? നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന തൃഷ്ണകള്, ബയോളജിക്കൽ ഡ്രൈവ്സ് എന്നാണ് പറയുന്നത്. ജഡത്തിനും മനോവികാരങ്ങൾക്കും, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, ഇതെങ്ങനെ നമ്മളെ കമ്പല് ചെയ്തോ അതനുസരിച്ചാണ് ഇത്രയും നാൾ ശരീരം കൊണ്ട്, ജീവിതം കൊണ്ട് ജീവിച്ചത്. പക്ഷേ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത്, കരുണ ലഭിച്ചവരാ, ഇതിനോട് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരാ, നീതീകരിക്കപ്പെട്ടവരാ, ആത്മാവ് വസിക്കുന്നവരാ, സമാധാനം ലഭിച്ചവരാ, ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചവരാ, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാ. ഇനിയും therefore കരുണ ലഭിച്ചത് കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണമെന്ന്?
ബുദ്ധിയുള്ള ആരാധനയായിട്ട് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. ഞാൻ ആ വാക്കുകളുടെയൊക്കെ അർത്ഥം വളരെ വേഗത്തിൽ ഞാൻ വിവരിക്കുന്നുണ്ട്, വിഷമിക്കണ്ട. പ്രസന്റ് യുവർ ബോഡീസ്, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ശ്രദ്ധിക്കണേ, ബാക്കിയുള്ള പദങ്ങളൊക്കെ നമുക്ക് മടങ്ങി വരാം. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായിട്ട് സാക്രിഫൈസാ സമർപ്പിക്കേണ്ടത്. ഇത് ശരിക്കും പൗലോസ് അക്കാലത്തെ യെരുശലേമിലെ ആലയത്തിൽ നടക്കുന്ന യാഗങ്ങളിലൂടെയുള്ള ആരാധനയിൽ നിന്ന് എടുത്ത് സിംബോളിക് മീനിങ്, പ്രതീകാത്മകമായ അർത്ഥമാണ് അദ്ദേഹം അതിന് കൊടുത്തത്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? സമർപ്പിക്കുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ആക്ഷൻ ഓഫ് ബ്രിങ്ങിങ്. യാഗം, അതായത് യാഗമൃഗത്തെ കൊന്നിട്ട് അതിനെ യാഗം അർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന അതിനുപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് സമർപ്പിക്കുക. തീർന്നിട്ടില്ല, പിന്നെയും അതിന് അർത്ഥമുണ്ട്. ആ യാഗം കൊണ്ടുവരിക, യാഗം കൊണ്ടുവരിക, തീർന്നിട്ടില്ല അർത്ഥം. ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ എ പ്രീസ്റ്റ്. ആരാ കൊണ്ടുവരുന്നത് യാഗം? ആരാ യാഗം കൊണ്ടുവരുന്ന? ആരാ പറഞ്ഞോ? പുരോഹിതനാ. അപ്പം എൻ്റെ അർത്ഥം നമ്മളോട് പറയാണ് യു ആർ എ പ്രീസ്റ്റ്. ഇനിയും യാഗവസ്തു ആരാ? ആരാ? പുരോഹിതനാരാ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പുരോഹിതനാരാ? നമ്മള്. സാക്രിഫൈസ് ആരാ? നമ്മള്. യു ആർ ദ പ്രീസ്റ്റ് and you are the sacrifice. Your body is the sacrifice. അതറിഞ്ഞിട്ട് വേണം ഇനി ബാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ പ്രസംഗിക്കുകയല്ല, ക്ലാസ് പോലെ പോയാൽ ഇതും മനസ്സിലാവില്ല. എനിക്കറിയാം, ഈ പിന്നെ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് കരിയിലെല്ലാം കൂടെ കഴിഞ്ഞ് ഹെലികോപ്റ്ററും പോകും, പിന്നെ കരിയിലെല്ലാം കൂടെ കാണും. ആ പരിപാടിക്കൊന്നും ഞാൻ തയ്യാറല്ല. ഇത് ഇത് അകത്ത് കയറണം. കുറച്ച് കഴിയുന്ന എനിക്കറിയാം ഇത് അകത്തിരുന്ന് തിളക്കിയോന്ന് എനിക്കറിയാം. അതിനകത്ത് അകത്ത് എന്നെ കൊണ്ട് എഴുതാൻ ഒക്കുന്ന അത്രയും ഞാൻ നന്നായിട്ട് പഴയ നാരായം എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അറിയാം നാരായം? ഈ ഓലയിൽ എഴുതി പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എൻ്റെ ദൈവമേ, നിങ്ങൾക്കൊക്കെ അത്ര വലിയ പ്രായമൊന്നുമില്ലല്ലോ. കഥയോ? ഞാൻ പോയതാ. ആശാൻ എവിടെ ഒരു പ്രത്യേക തരത്തില ഈ നാരായ ഒരു കമ്പി, അത് കേട്ടോ, അത് വെച്ച് പഴയ എന്തോ ഓലയെന്ന് അതിന് പറയുന്നത്, പനയോലയിൽ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് എഴുതും. ഞാൻ നോക്കിയിട്ട് അതുപോലെ എഴുതുന്ന എൻ്റെ ജോലി. എന്ത് ചെയ്യണമെന്നാ നിങ്ങളുടെ ശരീരം. അപ്പം യു ആർ ദ പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്തൊരു വിശുദ്ധനായിരിക്കണം. കഴുകി വൃത്തിയായി പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കുഴപ്പമില്ല. ഡെഡ് ബോഡി ഒന്നും തൊടാൻ പാടില്ല, ഒരഴുക്കും പാടില്ല, ഒരശുദ്ധിയും പാടില്ല. എൻ്റെ ദൈവമേ, എന്നിട്ട് പുള്ളി കൊണ്ടുവരുന്ന യാഗവും. അപ്പം പുരോഹിതനും വൃത്തിയായിരിക്കണം, യാഗം അതിൻ്റെ ക്വാളിറ്റീസാണ് പറയുന്നത്, ജീവനും വിശുദ്ധി, അതൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ശരീരത്തെ യാഗമായിട്ട് സമർപ്പിക്കണം. അക്കാലത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യാഗമൃഗം തന്നെത്താൻ എന്നാ എന്നെ അങ്ങ് വെട്ടിയൊരു കൊന്നേര് ദൈവത്തിന് യാഗമാക്കിക്കോ? ചെയ്യുമായിരുന്നോ? ഇൻവോളണ്ടറി ആയിരുന്നു ആനിമൽസിനും ബേർഡ്സിനും. അവരാരും മുൻകൈയെടുത്തതല്ല. ബട്ട് ദിസ് സാക്രിഫൈസ് ഈസ് ഫ്രീ ആൻഡ് വോളണ്ടറി. ആണോ? ഇതാരുടെ തീരുമാനമാണ്? ഐസക് സാറിൻ്റെ. ആരുടെ തീരുമാനം? പറഞ്ഞേ, എൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞേ. ആരുടെ തീരുമാനം? മറ്റേ മൃഗങ്ങളൊക്കെ ചത്തു കഴിഞ്ഞിട്ടാവണ്ടേ അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. മൃഗങ്ങളെ നിർബന്ധിച്ചാണ് കെട്ടുന്നത്. കൊമ്പുകളൊക്കെ ഈ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം കെട്ടുക എന്നൊക്കെ വായിച്ചിട്ടില്ലേ? കയ്യും കാലും ഒക്കെ വെട്ടി. ഈ പശുവിനെയൊക്കെ വെട്ടുന്ന കണ്ടിട്ടുണ്ടോ? പശുവിനെയും പോത്തിനെയൊക്കെ കാണല്ലേ, ക്രൂരരായി പോകുന്നു നമുക്ക് തോന്നുന്നു.
എന്തൊരു ക്രൂരതയാ! ഇസഹാക്കിനെ കെട്ടി അവിടെ ഇട്ടത് ഓർമ്മയുണ്ടോ? 5 വയസ്സും 10 വയസ്സൊന്നും അല്ലായിരുന്നു. എന്തായാലും വിറക് ചുമക്കാനുള്ള പ്രായം ഉണ്ടായിരുന്നു. അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം ദൈവം കരുതിക്കൊള്ളും. അവസാനം അബ്രഹാം പറഞ്ഞു, മോനെ വേറെ ഒന്നുമല്ല, നിന്നെ യാഗമായിട്ട് അർപ്പിക്കാനാ. ഇപ്പൊ കുട്ടികളൊക്കെ സ്കിറ്റൊക്കെ അവതരിപ്പിക്കുമല്ലോ. യാഗം അർപ്പിക്കാൻ പോകുന്നു, അവസാനം മകൻ അപ്പനെ പിടിച്ച് യാഗപീഠത്തെ കെട്ടി കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് വോളണ്ടറി. അനിമൽസ് വർ ഫോഴ്സ്ഡ്. പ്രബോധിപ്പിക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി വോളണ്ടറി, തനിയെ തീരുമാനിക്കണം. ആരുടെ നിർബന്ധത്തിൽ നിന്നുള്ള ഒരു ആരാധനയെ അല്ല. സ്തോത്രം ചെയ്യാം അല്ലല്ലോ, അല്ല ഇപ്പൊ അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ പറയുന്നത്. അതേ അല്ല, സ്തോത്രത്തിൽ ഇങ്ങനോട് കവിഞ്ഞിരിക്കുക. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കള്ള്? ഞാൻ കള്ളുകൂടിയൊന്നുമല്ല കേട്ടോ. കള്ള് നല്ല എന്താ പറഞ്ഞ ലഹരിച്ച് കഴിഞ്ഞ് തന്നെ പതയ്ക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ അത്? അല്ല, അപ്പത്തിന് ഈസ്റ്റൊക്കെ ഇട്ട് പൊങ്ങി വരുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോൾ പാത്രത്തിനകത്തുനിന്ന് പുറത്തോട്ട് പോകത്തില്ലേ? ഇതുപോലെ അങ്ങോട്ട് പതഞ്ഞു വരണം. സ്തോത്രം. അതാരും നിർബന്ധിച്ചിട്ടൊന്നും വരണ്ടോന്നല്ല. സ്തോത്രത്തിൽ എന്താണ്? സ്തോത്രത്തില് കവിഞ്ഞിരിക്കണം. എൻ്റെ അമ്മ പണ്ട് സ്തോത്രം പറയും. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ലെന്ന് കേട്ടോ. എൻ്റെ അങ്കിള് പറയുമായിരുന്നു, പുള്ളിയൊരു എഞ്ചിനീയർ ആയിരുന്നു, പഴയ ആളാ. എടാ, നിന്റെ അമ്മ കോഴിയെ ഓടിക്കണമെങ്കിൽ സ്തോത്രം എന്നാ പറയുന്നത്. CSIയിലാദ്യം ഞങ്ങള് സ്തോത്രം. ഞാനും അമ്മയും കൂടെ ഒക്കെ ബസ്സിനകത്ത് പോകുന്ന ഞാൻ പറഞ്ഞു, അമ്മേ ചുമ്മാ എനിക്ക് നാണക്കേട് അമ്മയുടെ കൂടെ വരാന്, വണ്ടിനകത്ത് കയറി തന്നെ സ്തോത്രം. ആ അമ്മ ഈ ഭക്തിയൊന്നും അങ്ങനെ കാണിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ സ്തോത്രത്തില് കവിഞ്ഞിരിക്കാനാ. അതിൻ്റെ അർത്ഥം പ്ലേസ്ഡ് അറ്റ് വൺസ് ഡിസ്പോസൽ. യാഗമായിട്ട് അർപ്പിച്ച പിന്നെ ആരുടെയാ? എൻ്റെ ആണോ? ഐ ഹാവ് നോ ക്ലെയിംസ്. സമർപ്പിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഡിസ്പോസലിന് ദൈവം പറയുന്നതനുസരിച്ചായി ഈ സമർപ്പിക്കുന്നത്. സൂക്ഷിച്ചൊക്കെ മതി കേട്ടോ സമർപ്പിക്കുന്നത്. ഇച്ചിരി കോസ്റ്റ്ലി ആയത്. നോ ലോങ്ങർ ഹോൾഡിങ് ബാക്ക് എനിത്തിങ്. ഒരു കാര്യം ഇനി എനിക്ക് വേണ്ടിയെന്നും പറഞ്ഞ് വെച്ചേക്കത്തില്ല. കംപ്ലീറ്റ് ഇല്ല. സർവാംഗ ഹോമയാഗം കേട്ടിട്ടുണ്ടോ? അല്ല, ഒരംഗം അതിനകത്ത് പുറകിലെങ്കും വെച്ചേക്കത്തില്ല. ചില ആളുകൾ സ്നാനപ്പെടാൻ നേരത്ത് കേട്ടിട്ടുണ്ട്, സ്നാനം പൊക്കുന്നുണ്ട്, കൈ ഇങ്ങനെ പൊക്കി വെച്ചേക്കും. എന്തിനാന്നറിയാം? മറ്റവനൊരു തല്ലു കൊടുക്കണമെന്നാ. ഈ കൈ സ്നാനപ്പെടാതെ ബാക്കി വെച്ച് നമ്മളിതെല്ലാം കൂടെ മുങ്ങിയവർ വന്നാൽ ഇച്ചിരി ബാക്കി വെച്ചേക്കും. ഇതാർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. പഴയ പ്രേമലേഖനമൊക്കെ എടുത്ത് നോക്കും. കല്യാണം കഴിക്കുന്നതിനും വേണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ കാണിക്കും. ഹോൾഡിംഗ് ബാക്ക് നത്തിങ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ്. വി പ്ലേസ് ഓൾ ഓഫ് us ourselves on the altar. നമ്മൾ എന്തെല്ലാമാണോ അതെല്ലാം ഈ അൾത്താരയിൽ, യാഗപീഠത്തിലേക്ക് വയ്ക്കുകയാണ്. എന്താ സമർപ്പിക്കേണ്ടത്? അല്ല, നമ്മളെ നല്ല പറയുന്നത്, നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം. യഹൂദന്മാർ യാഗമർപ്പിക്കുന്ന എന്തിനെയാണെന്നറിയാമോ? അവര് മൃഗങ്ങളെയാണ് അർപ്പിക്കുന്നത്. ഏറ്റവും നല്ലത്, ഊനമില്ലാത്തത്, കേടും വേണ്ടാത്ത കുഴപ്പങ്ങളൊന്നുമില്ല, ഊനമില്ലാത്തതായിരിക്കണം. പിന്നെ മുടന്തുണ്ടായിരിക്കാൻ പാടില്ല, കണ്ണു പൊട്ടിയതായിരിക്കാൻ പാടില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ളതാ. ഇവിടെ നമ്മളോട് പറയുകയാണ് നമ്മുടെ ശരീരം സമർപ്പിക്കണം. വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് ഓഫ് യുവർ ബോഡി? ശരീരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താ? ഹോമോസെക്ഷൽസ് പറയും വി ആർ ക്രിയേറ്റഡ് ദിസ് വേ, ഞങ്ങളിങ്ങനെ ദൈവം സൃഷ്ടിച്ചതാ, നാച്ചുറൽ ആണെന്നാ. നമ്മളൊക്കെ പറയും ദൈവം എങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടാ? നല്ല സുന്ദരി പെൺപിള്ളാരൊക്കെ പോന്നു, ദൈവം സൃഷ്ടിച്ചുകൊണ്ടല്ലേ നോക്കുന്നത്? അല്ലേ? നിങ്ങളാരും നോക്കാത്തവർ. നാച്ചുറൽ ആണെന്നാ.
ഇതേ മൃഗങ്ങളുടെ പ്രകൃതിയാണ്. ഒരു നിയന്ത്രണമില്ലാത്ത നോട്ടം, ഒരു നിയന്ത്രണമില്ലാത്ത രീതികളും. നമുക്ക് ഈ മൃഗങ്ങളെക്കാൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ലെറ്റസ് മേക്ക് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്നെസ്. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും കൂടി സൃഷ്ടിച്ചു. അതാണ് നമ്മളെ നയിക്കുന്ന ഉയർന്ന തരത്തിലുള്ളൊരു ഘടകം, ശരീരമല്ല. ശരീരത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ എനിക്ക് അറിഞ്ഞുകൂടാ. അക്കാലത്തെ യേശുക്രിസ്തുവിനെ പൗലോസിൻ്റെയൊക്കെ കാലത്ത് ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർ ഗ്രീക്ക് തത്വചിന്തകന്മാർ, ഫിലോസഫേഴ്സ്. അവർ പഠിപ്പിച്ചിരുന്നത് എന്നാണെന്നറിയാം? ബോഡി ഈസ് ദ പ്രിസൺ ഓഫ് സോൾ. നമ്മുടെ ആത്മാവിൻ്റെ കാരാഗ്രഹം. വേറെ എന്തെങ്കിലും പദമുണ്ടോ? തടവറ. ഇച്ചിരി നല്ലതാണ് പറയാനായിട്ട്. കുറച്ച് ആത്മാവിൻ്റെ തടവറയാണ് ശരീരം. അതിന് അനന്തരഫലമുണ്ട്. അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഇത് ആത്മാവിനെ ബാധിക്കില്ല. അതായിരുന്നു ഒരു സാധ്യത. അവർ പറഞ്ഞ ഒരു വഴി അതാ. വേറെ കൂട്ടരുണ്ടായിരുന്നു, ഈ ശരീരത്തെ കംപ്ലീറ്റ്ലി അവഗണിക്കണം. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പല്ല് തേക്കില്ല, ശരീരം കുളിക്കത്തില്ല, വൃത്തിയാക്കില്ല. അക്കാലത്തെ ഈ തത്വചിന്തകന്മാരുടെ ശരീരത്തിൽ നിന്ന് നടന്നു പോകുന്നുണ്ടെ പുഴു ഇങ്ങനെ താഴെ വീഴുമായിരുന്നു. കാരണം ശരീരം അവരുടെ ശത്രുവാണ്. ഞാൻ ഈ സഭാചരിത്രത്തിൽ വായിച്ചപ്പോൾ ഡെൻഡ്രിസ്റ്റ് എന്നും പറഞ്ഞൊരു കൂട്ടം ആളുകളുണ്ട്. ഡെൻഡ്രിസ്റ്റ്, മരത്തെ വിശുദ്ധന്മാരെന്ന അവരുടെ പേര്. അവരെന്ത് ചെയ്യുന്നറിയോ? ഈ സ്ത്രീകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാവചിന്ത വരും. മരത്തിൻ്റെ മണ്ട കയറി ഒളിച്ചിരിക്കും ആരെയും കാണാതിരിക്കാൻ. അങ്ങനെ ഉണ്ടായിരുന്നു. പലകയുടെ മുകളിലെ ആണികൾ അടിച്ചിട്ട് കിടക്കുന്നവരുണ്ടായിരുന്നു. ഹിമത്തിൻ്റെ മുകളിൽ കിടക്കുന്നവരുണ്ടായിരുന്നു. ഒറീഗൻ എന്ന് പറഞ്ഞൊരു ചർച്ച് ഫാദർ ഉണ്ടായിരുന്നു. മലയാളത്തിൽ പറയത്തില്ല. ഹി കാസ്ട്രേറ്റഡ് ഹിംസെൽഫ്. ശരീരം ശത്രുവാണെന്നാണ് വിചാരിച്ചത്. ബൈബിൾ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ശരീരത്തെക്കുറിച്ച്? ശരീരത്തെക്കുറിച്ചുള്ള ബൈബിളിലുള്ള ടീച്ചിങ് എന്താണ്? നിങ്ങളൊന്ന് പറയാമോ? നമ്മുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നല്ലേ? ഓ, ഏറ്റവും കുറഞ്ഞത് ഹിന്ദുക്കളെ കണ്ടെങ്കിലും പഠിക്കണം. അവരുടെ ക്ഷേത്രമൊക്കെ കണ്ടിട്ടുണ്ടോ? അത് രാവിലെ എഴുന്നേറ്റ് നല്ല വൃത്തിയാക്കി, പുല്ലൊക്കെ കളഞ്ഞ്, അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, ചാണകവെള്ളമൊക്കെ തളിച്ച്, കണ്ടിട്ടില്ലേ? ഇത്രയെങ്കിലും വേണ്ടേ? അവർക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞ പ്രധാനമാണ്. കാരണം എന്നാണെന്നറിയാം? ദൈവം അവിടെ വസിക്കുന്നെന്ന പൗലൂസ് പറയുന്നത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. 6:19-20 കിട്ടിയൊരു വായിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന, ഒന്നുകൂടെ കേൾക്കണം എല്ലാവരും. ആ ആ ആ ആ അതുകൊണ്ടേ ഇവിടെ പറഞ്ഞ എന്താ? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ശരിയാണോ? ശരിയല്ലേ? പറഞ്ഞു നോക്കിയേ. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ഒന്ന് തൊട്ടിട്ട് പറഞ്ഞു എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? ഗ്ലോറിഫൈ ഗോഡ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന. അതിനർത്ഥം ശരീരം, നമ്മുടെ ശരീരം മുഴുവനെ ദൈവം വസിക്കുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ശരീരത്തിലാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പലപ്പോഴും ഈ സംശയം വരുന്നൊരു കാര്യമുണ്ട്. ജഡവും ശരീരവും തമ്മിൽ തിരിച്ചറിഞ്ഞിരിക്കണം.
ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ശരീരത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളതല്ല. തിന്മയുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വഴികളെ വിട്ടുപോയി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഹിതങ്ങൾക്കെതിരായി പോകുമ്പോൾ, തിരുവെഴുത്തിന് എതിരായി പോകുമ്പോൾ, അതിന് പറയുന്നത് ജഡമെന്ന പാപ സ്വഭാവത്തെ അത് കാണിക്കുന്നത്. അല്ലാതെ ശരീരം എന്ന് പറയുന്നതിനെ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വലിയ പ്രാധാന്യം കൊടുത്തത്. ആരായി ശരീരം സൃഷ്ടിച്ചത്? എവിടുന്നാ സൃഷ്ടിച്ചത്? മണ്ണിൽ നിന്ന്. ആരാ സൃഷ്ടിച്ചത്? ദൈവം. അവനെ നിലത്തെ പൊടിയിൽ നിന്ന്. ശരിയാണോ? ഇപ്പം ഇതാരാ സൃഷ്ടിച്ചത്? ദൈവമായി ശരീരം സൃഷ്ടിച്ചത്. ശരിയാണല്ലോ. വചനം ജഡമായി തീർന്നു. ശരിയല്ലേ? അപ്പൊ ദൈവത്തിന് പോലും ഈ വചനം ഈ ശരീരത്തിൽ വസിക്കുന്നതിൽ പാവനത കണ്ടെത്തിയതാ. അവന്റെ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാ. ബൈബിൾ ശരീരത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ വേറെ ഒത്തിരി ഉണ്ട്, അതിനകത്തേക്കൊന്നും പോകുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടെ പറയട്ടെ. പ്രസന്റ് യുവർ ബോഡീസ്. നിങ്ങളുടെ ശരീരത്തെ സമർപ്പിക്കുക. പ്രസന്റ് ഓൾ ഓഫ് അവർ ബീയിങ്. ഞാൻ എന്തെല്ലാം, എൻ്റെ ബീയിങ് മലയാളം എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസന്റ് ഓൾ ഓഫ് അവർ ബീയിങ്. എൻ്റെ ബീയിങ്, എൻ്റെ അസ്തിത്വം, ഞാനെന്ന് പറഞ്ഞ ആ ഒരു ശരീരമുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, അതിനെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുന്നത്. 2-3 അർത്ഥങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. പ്രസന്റ് ഓൾ വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. എന്തൊക്കെയാ ശരീരത്തിലുള്ളത്? കൈയുണ്ടോ? ഉണ്ടോ? ചുമ്മാ വല്ലവർക്കും എതിരെ വേണ്ടാത്ത കാര്യമൊന്നും എഴുതണ്ട. മത്തായിയെ പോലെ ഇരുന്ന് സുവിശേഷമൊക്കെ എഴുതണം. പക്ഷെ മത്തായിയുടെ സുവിശേഷം പോലെ ഞാനിപ്പോൾ സുവിശേഷം എറിഞ്ഞ് പറഞ്ഞെന്ന് പറയണ്ട, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ എന്നാലും എഴുതാം. ഈ ശരീരത്തിൽ പിന്നെ എന്തെല്ലാം ഉണ്ട്? കണ്ണുകളില്ലേ? ചെവിയില്ലേ? എന്തെല്ലാം കഴിവുകളാ? നടക്കാനുള്ള കഴിവില്ലേ? എന്തെല്ലാം ഉള്ളത്? അപ്പൊ അതിൻ്റെ അർത്ഥം പ്രസന്റ് ഓൾ ദാറ്റ് വി ഹാവ്. യാഗമർപ്പിക്കുന്നേ കയ്യും കാലും ഒന്നും മാത്രം പോരാ, സർവാംഗ ഹോമയാഗമാ, കംപ്ലീറ്റാ. അതിനകത്ത് കുറച്ച് മാറ്റി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓൾ ദാറ്റ് യു ക്യാൻ ഡു. ചെയ്യാൻ കഴിയുന്നതെല്ലാം സമർപ്പിക്കണം. ശരീരം കൊണ്ടാണല്ലോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. പ്രസന്റ് ഓൾ ദാറ്റ് ദ ബോഡി ഡസ്. ശരീരം കൊണ്ട് ചെയ്യുന്നത് എല്ലാം. അപ്പൊ ഇത് എന്തൊരു സൂക്ഷിച്ചാലൊക്കെ ഉണ്ട് ദൈവമേ. ശരീരം കൊണ്ട് ചെയ്യുന്നത് എല്ലാം. ചിലർക്ക് ശരീരം കൊണ്ട് ചെയ്തതിനാണെന്നറിയാം ദേഷ്യം വരുന്ന യു ബ്ലഡി ഡാഷ്. മലയാളികളൊക്കെ ഇംഗ്ലീഷ് അന്നേരാ പറയുന്നേ, അതുവരെ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ. ശരീരം കൊണ്ട് ഓൾ യുവർ ടാസ്ക്, നിങ്ങളുടെ അധ്വാനം മുഴുവൻ ശരീരം കൊണ്ടാണോ? മീൻകറി വെക്കുന്ന ശരീരം കൊണ്ടാണോ? അതെ. തെങ്ങ കയറുന്നോ? ശരീരം കൊണ്ടാ. മക്കളെ എടുത്തുകൊണ്ട് നടക്കുന്നതോ? വണ്ടി ഓടിക്കുന്നതോ? നിങ്ങളുടെ എല്ലാ ടാസ്കും സമർപ്പിക്കണമെന്നാ. അതിനകത്തൊന്നും കുറയ്ക്കണ്ട. അതിലെല്ലാ വർക്കുകളും സമർപ്പിക്കണമെന്നാ. യുവർ സ്റ്റഡീസ് സമർപ്പിക്കണോ? വേണ്ടേ? പഠിക്കുന്നത് ശരീരം കൊണ്ടല്ലേ, തലച്ചോറ് ഉപയോഗിച്ചല്ലേ. യുവർ സ്റ്റഡി, യുവർ മിനിസ്ട്രി, ശുശ്രൂഷ, യുവർ വർക്ക് ഇൻ ദ കിച്ചൺ. വെറുതെ അവിടെ ഇരുന്ന് പിറുപിറുക്കൊന്നും വേണ്ട. കേട്ടോ? ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഓഫീസിൽ വർക്കായിരിക്കും അല്ലേ, വണ്ടി ഓടിക്കുന്നതായിരിക്കാം. നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് അതൊക്കെ, പക്ഷെ ദൈവത്തിന് ഇതൊക്കെ പ്രധാനമാണ്. നമ്മൾ വെറുതെ ഒരു യാഗപീഠത്തെ പണ്ട് ഈസാക്കിനെ കെട്ടിയിട്ടേക്കുന്ന പോലെ കെട്ടിയിട്ട് നമ്മളെ അങ്ങനെ ആരും കത്തിവെക്കത്തൊന്നുമില്ല. പക്ഷെ വോളണ്ടറിലി വി സബ്മിറ്റ് അവർ സെൽസ്. ഓൾ യുവർ വർക്ക്സ്
the kitchen, the workshop. Offer all these as an act of worship. ഇതെല്ലാം ദൈവത്തിന് ആരാധനയായിട്ട്, ആരാധനയുടെ ഒരു ആക്റ്റായിട്ട് ഇതിനെല്ലാം സമർപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇനിയും സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരുടെയാണ്? ഒന്ന് വരുന്ന 6-ാം അധ്യായത്തിൽ പറയുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനി വേറെ പരിപാടിക്കെല്ലാം പോകാൻ ഒക്കുവോ? യജമാനൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക, എന്നാൽ ഇനി അപ്പുറത്തെ വീട്ടിലും കൂടെ കുറച്ച് പരിപാടികൾ കാണിച്ചിട്ട് വരാം, ഇങ്ങനെ ഒക്കുമോ? വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ടു ബി ഹോളി ദ ലോർഡ്സ് പ്രോപ്പർട്ടി, കർത്താവിൻ്റെ മാത്രമായിരിക്കാൻ. അതാ സമർപ്പിക്കുക എന്ന് പറയുന്നത്, ശരീരത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു ഓഫറിങ് സമർപ്പിച്ചാൽ, സർവാംഗ ഹോമയായി അർപ്പിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ദൈവത്തിന് അർപ്പിച്ചേക്കുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യത്തിനും ആ യാഗത്തിലെ മറ്റൊന്നിനെ ഉപയോഗിക്കുവാൻ പാടില്ലായിരുന്നു. നിങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ വായിച്ച് നോക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരവനെ ദൈവമെന്നോർത്ത് മഹത്വരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാൽ അവൻ അവരെ അവരുടെ അപമാന രാഗമോഹങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിച്ചു. സ്ത്രീകളും സ്വാഭാവിക ഭോഗം വിട്ട് അന്യോന്യം കാമം ചലിച്ചു. അതൊക്കെ പറയുന്നത് എന്നാണെന്നറിയോ? ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ചാണ് ഇവിടെ പൗലൂസ് പറഞ്ഞ ഒരു പദപ്രയോഗമാണ്. അന്ന് ശരീരം അബ്യൂസ് ചെയ്യുന്നൊരു കാലത്താണ്. 3-ാം അധ്യായത്തിലേക്ക് പറയുന്നുണ്ട്, അവരുടെ തൊണ്ട, അവരുടെ നാവ്, അവരുടെ പാദം എല്ലാം സർവത്ര ശരീരം കൊണ്ട് തിന്മയും പാപവും ചെയ്തിരുന്ന ഒരു കാലത്താണ് പൗലൂസ് പറയുക, പ്രസന്റ് യുവർ ബോഡീസ്. ആ കോണ്ടെക്സ്റ്റിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം, ആസ് എ ലിവിങ് സാക്രിഫൈസ്. പണ്ട് അബ്യൂസ് ചെയ്തിരുന്നു ശരീരം, വേണ്ടാത്ത കാര്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു. സാക്രിഫൈസ് ആയത്. അപ്പം അങ്ങനെ ഞാനങ്ങ് പരിമിതപ്പെടുത്തിട്ട് ഇത്തിരിയും കൂടി, ഇറ്റ് ഈസ് ഡെഡ് ടു സിൻ, പാപത്തിന് മരിച്ചതായി ശരീരം. ഒന്നുകൂടെ തന്നെ ആവർത്തിക്കാം, ഇറ്റ് ഈസ് ഡെഡ് ടു സിൻ ആൻഡ് ഇറ്റ് ഈസ് ലിവിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഇപ്പം ജീവിക്കുന്നതാ, ഉയർത്തെഴുന്നേൽപ്പിച്ചതാ, അവനോട് കൂടിയുള്ള ജീവനാണ്. പാപത്തിന് മരിച്ചതാണ് ശരീരത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, മൃഗങ്ങളെയൊക്കെ യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് ചത്തിരിക്കും, അതിനുശേഷം സമർപ്പിക്കത്തുള്ളൂ, അല്ല ജീവനോടൊന്നുമല്ല. അതിൻ്റെ രക്തമൊക്കെ എടുക്കണം, അങ്ങനെയാണെങ്കിൽ ചത്തു കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്ത് സാക്രിഫൈസ് ആവേണ്ടേ? ഡെഡാണോ? ലിവിങ്, ജീവനുള്ളതാ അല്ലേ? അപ്പൊ അതിൻ്റെ അർത്ഥം ഇതെന്താ? അതിൻ്റെ അർത്ഥം എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നതും എന്ത് പറയുന്നതും എന്തുവാണെങ്കിലും ഇറ്റ് ഈസ് എ ഹോമേജ് ടു ഗാഡ്. എല്ലാം ദൈവത്തിൻ്റെ മഹത്വമാണ്, അതിൻ്റെ ആരാധനയാണ്. അടുക്കളയിൽ പണിഞ്ഞാലും ഒരു ആരാധനയാണ്, മക്കളെ വളർത്തിയാലും ആരാധനയാണ്, വണ്ടി ഓടിച്ചാലും ആരാധനയാണ്. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിരുന്നല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെതാ, ദൈവത്തിന് വേണ്ടിയുള്ള ആരാധനയാണത്. അതിൻ്റെ അർത്ഥം പരിപൂർണമായിട്ട്, പ്രവാചകന്മാരുടെ ഭാഷ, വിട്ടുകൊടുക്കൂ. ഞങ്ങളൊക്കെ ഫാമിലി കൗൺസിലിങ്ങിനകത്ത് പറയുമ്പോൾ പേരൻസിനോട് പറയാറുണ്ട്, മക്കളെ വിട്ടുകൊടുക്ക്, കല്യാണം കഴിഞ്ഞിട്ട് മനുഷ്യൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറയും. ഇവിടെ നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കണമെന്ന പരിപൂർണമായിട്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ നമ്മുടെ എല്ലാ ക്ലെയിംസും സറണ്ടർ ഇറ്റ്. നമ്മുടെ ശരീരത്തിന് മുകളിൽ നമുക്ക് ക്ലെയിംസ് ഉണ്ട്, അവകാശവാദങ്ങളുണ്ട്. നോ, സാക്രിഫൈസ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ദൈവത്തിന് മാത്രമേ പിന്നെ ക്ലെയിം ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് അഫെയറാണ് ഞാൻ ഈ സംസാരിച്ചു വരുന്നത്. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം. എന്തൊരു വലിയ ഭാഗ്യമാണിത്. വി പ്രൊമോട്ട് ഹിസ് ഓണർ. നമ്മുടെ ശരീരം കൊണ്ട് അവൻ്റെ മഹത്വമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ
ആകാശവിധാനം അവൻ്റെ കൈവേലേ. ഈ സൂര്യൻ പ്രകാശിക്കാത്ത ഏതെങ്കിലും സമയമുണ്ടോ? നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും ഏതെങ്കിലും സമയമുണ്ടോ? ചൂടില്ലാത്ത സമയം വല്ലതും ഉണ്ടോ? കത്താത്ത ഏതെങ്കിലും സമയമുണ്ടോ? അതേ തരത്തിലാണ് ആകാശം ദൈവത്തിന് മഹത്വത്തെ. എന്തൊരു വലിയ ഭാഗ്യമാണ്. ഇനിയും ജീവനുള്ള യാഗം, ജീവനുള്ള ആരാധന, ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ലിവിങ് സാക്രിഫൈസിൻ്റെ ക്വാളിറ്റീസാ ബാക്കി. 2-3 കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് പറയുന്നത്, നിങ്ങളുടെ മലയാളത്തിൽ പോരാ, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അന്ന് യാഗത്തെ അർപ്പിക്കുന്നത് ചത്ത ശേഷം, കൊന്ന ശേഷമാണ്, രക്തം ചിന്തിയ ശേഷമാണ്. അതിൻ്റെ മാംസം മുഴുവൻ കത്തിക്കുമായിരുന്നു. Then sacrifice was to die. യാഗമെന്ന് പറയുന്നത് മരിക്കുക എന്നതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിലെ യാഗം എന്തുവാ അറിയാമോ? In the Old Testament, sacrifice was to die. ശരിയാണല്ലോ, മരിക്കല്ലേ, ചാകുകയല്ലേ, രക്തമൊഴുക്കി കളയുന്നു അല്ലേ, അതിനെ യാഗപീഠത്തിൽ കഷണമായിട്ട് ചിലപ്പോൾ നുറുക്കി വയ്ക്കുന്നു, ചാകുകയല്ലേ, മരിക്കല്ലേ, ആണല്ലോ. വാട്ട് ഈസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്? ഇവിടെ പറയുന്നത് എന്താ? നിങ്ങളുടെ ശരീരത്തെ ജീവനുള്ള സാക്രിഫൈസാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഡെഡ് സാക്രിഫൈസ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ അവർ സാക്രിഫൈസ് ഈസ് ടു ലിവ് ഫോർ അവർ ലോർഡ്. നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് സാക്രിഫൈസ്. ആണോ? ആണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനില്ലേ? വീക്കെൻഡിലൊക്കെ ഇച്ചിരി കള്ളുമൊക്കെ കുടിച്ച് ഇച്ചിരി റമ്മുമൊക്കെ കുടിച്ച് സെലിബ്രേറ്റ് ചെയ്യേണ്ടവർ താണ്ട് ഇവിടെ വന്നിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. സാക്രിഫൈസ് അല്ലേ? എല്ലാവരും കുടിച്ച് വലിയ പാർട്ടിയൊക്കെ ഉള്ളപ്പം നിങ്ങൾ പറയാം, സോറി, ഞാൻ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. സാക്രിഫൈസ് അല്ലേ? എല്ലാവരും ഇൻസൾട്ട്. താൻ എന്നാടോ 21-ാം നൂറ്റാണ്ടിലാണോ താൻ ജീവിക്കുന്നത്? താൻ വേറെ വല്ലയിടത്തും പോയി ജീവിക്ക്. സാക്രിഫൈസ് ആണോ? ആണോ? ഞാൻ ഒത്തിരി വിവരിക്കുന്നില്ല അത്. That means our sacrifice is to live. ജീവിക്കുക എന്നുള്ളത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത്. അപ്പം നമ്മൾ ജീവിച്ചാലും എന്തായിരുന്നാലും നമ്മൾ ജീവിച്ചാലും ഗുണമുണ്ട്, ചത്താലും ഗുണമുണ്ടെന്നാ. സ്തെഫാനോസ് മരിച്ചുകൊണ്ടിരിക്കുന്നോണേ അപ്പുറത്ത് ശൗല് നോക്കിക്കൊണ്ട് നിൽക്കുക പുള്ളിയുടെ മുഖത്തോട്ട്. ആരായി ഇത് എഴുതി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സ്തെഫാനോസ് മരിക്കാറായി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മുഖത്തിന് ഭാവമൊക്കെ അങ്ങോട്ട് മാറി. ലിവിങ് സാക്രിഫൈസ് അല്ലേ? അല്ലേ? എന്നിട്ട് അത് കഴിയുമ്പോൾ പുള്ളിയുടെ എല്ലാവരും പല്ല് കടിച്ചിങ്ങനെ പല്ലൊക്കെ പൊട്ടിക്കുക. പക്ഷേ സ്തെഫാനോസ് എന്താ ചെയ്യുന്നത്? പുള്ളി നേരെ ആകാശത്തോട്ട് നോക്കിയിരിക്കുക. നോക്കിയപ്പോഴെന്താ അവിടെ കണ്ടതെന്തുവാ? സ്വർഗം. അതെ, ലിവിങ് സാക്രിഫൈസ് അല്ലേ? സ്വർഗം തുറന്നിരിക്കുന്നതാ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? അയ്യോ, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു. പിന്നെ ഒരാളിൻ്റെ വലത്തുഭാഗത്ത് ഒരാൾ നിൽക്കുന്നു. അതാരാ? യേശു. പുള്ളിയുടെ കയ്യിലേക്ക് നോക്കിയാണ്, അവിടെ എഴുതിയിട്ടില്ല, പുള്ളിയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ഒരു താക്കോലുണ്ട്. എന്ത് താക്കോലാണെന്നറിയാം? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. അവസാനം പുള്ളിയെ ഭയങ്കര പകയും വിദ്വേഷമൊക്കെ, നിന്നൊക്കെ ദൈവം നശിപ്പിക്കണം, നിൻ്റെ വീടൊക്കെ കുപ്പക്കൊന്നായി തീരുക. പഴയ നിയമത്തിൽ ഈ ദാവീദ് എഴുതുന്ന പോലെ പുള്ളി ഒന്നല്ല പറഞ്ഞ, കർത്താവേ ഇവരുടെ പാപം ഇവരുടെ മേൽ. ഇത് ലിവിങ് സാക്രിഫൈസ് എന്നാണ് അതിന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് പെയിൻഫുൾ, ബട്ട് ഇറ്റ് ഈസ് പേഴ്സണൽ. വളരെ വ്യക്തിപരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന യാഗത്തെയാണ് പറയുന്നത് ലിവിങ് സാക്രിഫൈസ്. ലിവിങ് സാക്രിഫൈസ് മീൻസ് യു ആൻഡ് ഐ ആർ ഓൾവേസ് ഓൺ ദി ഓൾട്ടർ. യാഗപീഠത്തിൻ്റെ മുകളിലാ രാവും പകലും നമ്മൾ കിടക്കുന്നത്. യാഗപീഠത്തിൻ്റെ മുകളിലാ.
എനിവെയർ. ഫ്ലൈറ്റിലായിരുന്നാലും, നടന്നു പോയാലും, ബസ്സിലിരുന്നാലും, അടുക്കളയിലായിരുന്നാലും, ക്ലാസ്സിലായിരുന്നാലും, വേർ ആർ യു? യു ആർ ഓൺ ദി ഓൾട്ടർ. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ജീവിക്കാനൊക്കില്ലെന്നാ. എവിടെയാണ് കിടക്കുന്നത്? അവിടുന്ന് ചാടി എഴുന്നേറ്റൊന്നും പോകാനൊക്കില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്, നിരന്തരമായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, തുടർച്ചയായിട്ടുള്ളതാണ്, ഇടതടവില്ലാത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഈ ആരാധന. എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണത്. പക്ഷേ ഈ ആരാധന സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ വേണമെന്നൊന്നും പറയത്തുമില്ല. നമ്മൾ സാധാരണ യാഗമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയുമല്ലോ. പിന്നെ എങ്ങനെയാ അതിന് സാക്രിഫൈസ് എന്ന് പിന്നെ എങ്ങനെയാ പറയുന്നത്? യാഗമെന്ന് പിന്നെ എന്തിനാ പറയുന്നത്? ഇങ്ങോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? അതിന് സാക്രിഫൈസ് എന്ന് വിളിക്കത്തില്ല, അതിന് ബിസിനസ് എന്നാ പറയുന്നത്. അങ്ങോട്ട് കാശ് കൊടുത്ത് ഇങ്ങോട്ട് സാധനം വാങ്ങിച്ചു, ഇതല്ല സാക്രിഫൈസ്. നമ്മുടെ ഭക്തി ചിലപ്പോഴും അങ്ങനെയൊക്കെ ആയി പോകാറുണ്ട്. കർത്താവിനെ സെർവ് ചെയ്യുന്ന ടാസ്കിന് കംപ്ലീറ്റ്ലി സബ്മിറ്റഡ് ആണ് ലിവിങ് സാക്രിഫൈസ് എന്നുള്ളത്. അവിടെ ദൈവത്തിൻ്റെ ഹിതവും ഇഷ്ടവും മാത്രമാണ്. വി ഡോണ്ട് എനിമോർ ലിവ് ഫോർ ദ വേൾഡ്. ലോകത്തിന് വേണ്ടി നമ്മൾ ഇനിയും ജീവിക്കുന്നില്ല. വി ഡോണ്ട് ലിവ് എനിമോർ ഫോർ ദ ഫ്ലഷ്. ജഡത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. വി ഡോണ്ട് എനിമോർ ലിവ് ഫോർ ദ ഡെവിൾ. പിശാചിന് വേണ്ടി ജീവിക്കുന്നില്ല. വി ഡോണ്ട് എവർ നൗ ലിവ് ഫോർ അവർ ഓൺ സെൽഫിഷ്നെസ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്നില്ല. വി ലിവ് ഫോർ ഗാഡ് ആൻഡ് ഓൺലി ഫോർ ഗാഡ്. ജീവനുള്ള തീർന്നോ? അടുത്തത് പറയുന്നത് എന്താ ആരാധനയാണ് വേണ്ടത്? വിശുദ്ധി. സിമ്പിളാ. സെറ്റ് അപ്പാർട്ട് ഫ്രം സിൻ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാപത്തിലായിരുന്നല്ലോ പണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തി സെറ്റ് അപ്പാർട്ട് ഫ്രം സിൻ. പാപത്തിൽ നിന്ന് നമ്മളെ പരിപൂർണമായിട്ട് വേർപ്പെടുത്തി അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആയി. തീർന്നിട്ടില്ല. സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് ആൻഡ് ഓൺലി ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി. സെറ്റ് അപ്പാർട്ട് ഫ്രം സിൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് ആൻഡ് ഓൺലി ഫോർ ഗോഡ്. നിങ്ങൾ ഈ ലേവ്യ ആരാധനകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് വിത്തൗട്ട് സ്പോട്ട്, വിത്തൗട്ട് ബ്ലെമിഷ്. അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അതിന് ഊനമൊന്നും പാടില്ല, കണ്ണ് പൊട്ടിയതായിരിക്കരുത്, കാലൊടിഞ്ഞതായിരിക്കരുത്, പിന്നെ ബലഹീനമായിട്ടുള്ള ഒന്നും ആയിരിക്കരുത്. നല്ല ബലമുള്ളത്, ആരോഗ്യമുള്ളത്, ഹെൽത്തി ആയിട്ടുള്ള, കാണാൻ ഭംഗിയുള്ളത്, എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് സാക്രിഫൈസാണ്. അവർക്ക് വിശുദ്ധമെന്ന് പറയുന്നത് അതായിരുന്നു. ഒരു ഡിഫക്റ്റും ഇല്ലാത്തതാ. അതിനാണ് പറയുന്നത് ഹോളി. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിന് വേണ്ടി കോൺസിക്രേറ്റ് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. സെറ്റ് ഇറ്റ് അപ്പാർട്ട്. പാപത്തിൽ നിന്ന് അത് സെറ്റ് അപ്പാർട്ട് ഫ്രം ദ വേൾഡ്, സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, കൈകാലുകൾ, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഇറ്റ് ഈസ് സെറ്റ് അപ്പാർട്ട്. സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. നമ്മുടെ താലന്തുകളെല്ലാം സെറ്റ് അപ്പാർട്ടാ. സെറ്റ് അപ്പാർട്ട് ഫോറാ. നമ്മുടെ സമയങ്ങളെല്ലാം, ഞാൻ പറഞ്ഞില്ലേ സീരിയസ് അഫെയറാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. സമയങ്ങളെല്ലാം ചുമ്മാ ടി വിയും കണ്ടോണ്ടിരിക്കല്ലോ 2.5 മണിക്കൂർ. സ്ത്രീകൾക്കാ സീരിയൽ കണ്ടാലും 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 തീരില്ല. കള്ളു കുടിക്കുന്നവരെ പോലെയാ, ആസക്തിയാ. മൊബൈൽ എത്ര നോക്കിയാലും, വാട്സപ്പ് നോക്കിയാലും 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 തീരത്തില്ല. വെറുതെ ഉള്ള സമയമെല്ലാം കളയല്ലേ. വല്ലപ്പോഴൊക്കെ നോക്കിക്കോ. പക്ഷെ ഞങ്ങളൊക്കെ ആൽക്കഹോളിക്സിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്.
മദ്യപാന ആസക്തി അങ്ങനൊന്നും ആവണ്ട. അതിൻ്റെ അർത്ഥം കോൺസിക്രേറ്റ് ദ ബെസ്റ്റ് ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റാണ് കൊടുക്കേണ്ടത്, അല്ല ഏറ്റവും ബെസ്റ്റ് അല്ല. എന്നാൽ പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കോ. 10ാം ക്ലാസ്സിൽ തോറ്റതുകൊണ്ട് ഈ കോഴിക്കുഞ്ഞിനെ ഞാൻ യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്നാണെന്നറിയോ? കാക്ക ഇതിനെ കൊത്തിയെടുത്തോണ്ട് പോയി കാലൊടിഞ്ഞു പോയി. ഇതൊന്നും ദൈവത്തിന് വേണ്ട. എന്നാലും വിധവയുടെ 2 കാശ് കർത്താവിന് ഇഷ്ടമാണ് കേട്ടോ. അത് അവൾക്ക് അത്രയേ ഉള്ളു. അത് അവിടെ സാക്രിഫൈസാണ്. അത് സാക്രിഫൈസാ. ഒരു കാര്യം കൂടെ, 1-2 കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് ദൈവം നിർത്തുന്നു. 2-3 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ആരാധനയും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, ഇംഗ്ലീഷിൽ വെൽ പ്ലീസിങ് എന്ന, സാറ്റിസ്ഫൈങ് എന്ന, ദൈവത്തിന് അതിനകത്തൊരു ഭയങ്കര സൗരഭ്യവാസനയാണ് തോന്നുന്നത്. യാഗമർപ്പിച്ചു, ഇവിടുന്ന് സുഗന്ധം ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവം അത് മണത്തു. പഴയ നിയമത്തിലുള്ള ഭാഷയാണ്. ദൈവം അത് ശ്വസിച്ചു, ഭയങ്കര സ്മെല്ല് തോന്നി. അമ്മമാരൊക്കെ നല്ല മട്ടൺ കറി ഉണ്ടാക്കുന്ന പുരുഷന്മാർ നല്ല മണം വരുന്നത്. ദൈവത്തിന് ഇതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സാക്രിഫൈസ് ചെയ്ത് കഴിയുന്നുണ്ട് ദൈവത്തിന് അക്സെപ്റ്റബിളാ. അതാണ് അക്സെപ്റ്റബിൾ സാക്രിഫൈസ്. എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള സാക്രിഫൈസാ. അവിടെ സെൽഫ് അല്ല അവിടെ പ്രധാനം. പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്, അതാണ് ദൈവത്തിന് പ്രധാനം. കർത്താവിന് സ്തോത്രം. അവസാനം പൗലോസ് പറയുകയാണ്, ഇങ്ങനെ സമർപ്പിക്കുന്ന യാഗത്തിന് പറയുന്നത് എന്തോ യാഗം എന്ന് അതിന് പറയുന്നത്? ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. അതും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവാ. എന്ത് ഈ ബുദ്ധിയുള്ള ആരാധനയായി? മലയാളത്തിലെ പരിഭാഷ വളരെ പൂറാണ് കേട്ടോ. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ പറയുന്നത് റീസണബിൾ എന്ന, ലോജിക്കിന് പറ്റിയതാണെന്ന, യുക്തിക്ക് നിരക്കുന്നതാണെന്ന, ഗവേൺഡ് ബൈ റീസൺ എന്ന, ചിന്തിച്ചു കഴിഞ്ഞാൽ കൊള്ളാവുന്നതാണെന്ന അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ കാര്യമായി ചിന്തിച്ചുള്ള സാക്രിഫൈസാ. അനിമലിന് സാക്രിഫൈസിന് ചിന്തിക്കാനുള്ള കഴിവൊന്നും ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇത് ശരിക്കും യുക്തിയോടുകൂടി ദൈവത്തിൻ്റെ അടുക്കൽ സമർപ്പിക്കാൻ കഴിയുന്നതാ. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് അതിനകത്തുണ്ടെന്നാ. മനസ്സില്ലാത്ത ആരാധനയൊന്നുമല്ല. ചുമ്മാ അൺകോൺഷ്യസ് ആയിട്ട് ചിലപ്പം നമ്മൾ രാത്രിയിലൊക്കെ കിടന്നിങ്ങനെ സ്തോത്രം പറഞ്ഞു ഒന്നും പറയാതിരിക്കണം. പക്ഷേ അൺകോൺഷ്യസിനകത്ത് ഇത് ശരിക്കും കർത്താവിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കി ബുദ്ധിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ശരീരത്തെ വിശുദ്ധമായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന് പറയുന്നത് ഇറ്റ് ഈസ് എ റീസണബിൾ സാക്രിഫൈസ് എന്ന. ബുദ്ധിയുള്ള ആരാധനയായിട്ട്, ഫൂളിഷായിട്ടുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത്. എനിക്ക് ഹിന്ദു സഹോദരങ്ങളൊക്കെ ഈ വിഗ്രഹാരാധനയ്ക്കൊക്കെ കൊണ്ട് ഈ പൂക്കളൊക്കെ ഇടും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വൈഫിൻ്റെ വീട് ഹിന്ദു ഫാമിലിയാണ്. എൻ്റെ ദൈവമേ, ഈ പൂക്കളൊക്കെ ഇടുന്നത് അവരിങ്ങനെ മന്ത്രം ചൊല്ലി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇറ്റ്സ് ഓൾ ഫൂളിഷ്നെസ്. ദൈവത്തിന് ഈ ഫൂളിഷ് യാഗങ്ങളൊന്നും ദൈവത്തിന് വേണ്ട. എക്സ്റ്റേണലായിട്ടുള്ള ഒന്നും വേണ്ട. നമ്മുടെ ബാഹ്യമായിട്ടുള്ളതുണ്ടല്ലോ, അതൊന്നും അല്ല ആരാധന. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമേ ഉള്ളതോ. ഇറാഷണലായിരുന്നു യഹൂദന്മാർ സമർപ്പിക്കുന്ന ആരാധന. എന്താ? മൃഗങ്ങളാ. അവർക്ക് യാഗമാകാനായിട്ട് യുക്തിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല, നിർബന്ധിച്ചുകൊണ്ട് അർപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ അർപ്പിക്കുന്ന ആരാധന എന്താണെന്നറിയോ? ഇറ്റ് കംസ് ഫ്രം അവർ ഹാർട്ട്, ദാറ്റ് കംസ് ഫ്രം അവർ സോൾ, that comes from our attachment, that comes from our adoration. അവനോടുള്ള ഇഷ്ടം കൊണ്ട്, അവനോടുള്ള സ്നേഹം കൊണ്ട്, അവനോടുള്ള പ്രേമം കൊണ്ട് പറയാ, എൻ്റെ പ്രിയൻ സുന്ദരനാണെന്നാ. അങ്ങനെയാ പാടുന്ന, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ. അത് അകത്തുനിന്ന് വരുന്ന ഒരു ഭയങ്കര റീസണബിൾ വർഷിപ്പാ. എന്താണെന്നറിയാം? ബുദ്ധിയുള്ള ആരാധനയാണെന്നായത്. ആ വാക്കൊന്നും പറഞ്ഞിട്ട് നിർത്തിയ. അക്ഷരാർത്ഥത്തിൽ ആരാധന എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ കാലത്തേക്ക് ആളുകളൊക്കെ ജോലി ചെയ്യും. ജോലി ചെയ്യുന്നത് എന്തിനാ? ശമ്പളത്തിന് വേണ്ടിയാ. ഈ ജോലി ചെയ്യുമ്പോൾ കഠിനാധ്വാനം ചെയ്യും. ഏതാണ്ട് ഇതുപോലെ തന്നെയാണെന്നാ ആരാധന എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. ശരിക്കും ആരാധന എന്നുള്ള വാക്കല്ല, ഒറിജിനലി സെർവ് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ അർത്ഥം എന്താ?
സ്വന്തം ജീവൻ ഒരു കാര്യത്തിന് വേണ്ടി പരിപൂർണമായി കൊടുക്കുന്നു, അതിനാണ് പറയുന്നത് ആരാധന. അതിനാണ് പറയുന്നത് സേവനം. ഇതിനാണ് പറയുന്നത് ബുദ്ധിയുള്ള ആരാധന. അതിനകത്ത് ഹൃദയമുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്, നമ്മൾ മുഴുവനുണ്ട്. രണ്ട് വാക്കുകൾ നിർത്തുന്നു. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തം ശരീരം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ റീസണബിൾ വർഷിപ്പ്. നമുക്ക് ടോട്ടലായിട്ടൊന്ന് ഈൽഡ് ചെയ്യാൻ കഴിയുമോ നമ്മുടെ ശരീരത്തെ? ഇറ്റ് ഈസ് മോർ ദാൻ സിംഗിങ്. പാട്ട് പാടുന്നതിനേക്കാൾ വലുതാണ്. ഇറ്റ് ഈസ് മോർ ദാൻ സ്പീക്കിംഗ് ഇൻ ടങ്സ്. അന്യഭാഷ പറയുന്നതിനേക്കാൾ വലുതാണ്. ഇറ്റ് ഈസ് മോർ ദാൻ മെനി ഓഫ് ദോസ് തിങ്സ്. ഇറ്റ് ഈസ് ഓഫറിങ് അവർ സെൽസ്. നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.